ഇന്ന് മാർച്ച് 19. സ്വന്തമായ കിനാവുകളിൽ നിന്നുണർന്ന് ദൈവത്തിന്റെ കിനാവുകൾക്ക് പിന്നാലെ പോയ, ദൈവത്തിന്റെ സ്വപ്നത്തിന് വേണ്ടി സ്വന്തം സ്വപ്നം ത്യജിച്ച വിശുദ്ധ യൗസേ പിതാവിന്റെ ഓർമ്മ ദിനം. എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ. ഹീബ്രു ഭാഷയിൽ യോസഫ് എന്നും സുറിയാനിയിൽ ഈസപ്പ് എന്നും ഉച്ചരിക്കുന്ന യൗസേപ്പ് എന്ന പേരിന് വിശിഷ്ടമായ അർത്ഥങ്ങളാണുള്ളത്. വളരുക, വളർത്തുക, പെരുകുക എന്നൊക്കെ. അതെ, ജോസഫ് സ്വയം വിനീതനായപ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിൽ വളരുകയായിരുന്നു. വൻമരമായി, തണൽമരമായി വളർന്ന് മഞ്ഞുപോലെ നിർമ്മലയായ പരിശുദ്ധ അമ്മയെയും തൻ്റെ കയ്യിൽ നിധിയായി സ്വർഗം സമ്മാനിച്ച ദൈവപുത്രനെയും ജോസഫ് കരുതി. ഉത്തരവാദിത്വമുള്ള അപ്പനായി തന്നെ. ദൈവം മാംസം ധരിച്ച് മനുഷ്യനായപ്പോൾ മനുഷ്യന്റെ പങ്കാളിത്തം ആവശ്യമായിരുന്നു. ദൈവപിതാവിന്റെ സ്ഥാനത്ത് രക്ഷയുടെ സംരക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് സ്വപ്നത്തിൽ ലഭിച്ച നിയോഗം ഏറ്റെടുത്തതിലൂടെ ഇതാ കർത്താവിന്റെ ദാസനെന്ന് ഹൃദയത്തിൽ ഉരുവിടുകയായിരുന്നു. തന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ദൈവത്തിന്റെ നിർദ്ദേശം വന്നു ചേർന്നപ്പോൾ ആ നിർദ്ദേശത്തെ വിലങ്ങനെ വെച്ച് കുരിശു നിർമ്മിച്ച് അത് സ്വയം വഹിക്കാൻ ജോസഫ് സന്നദ്ധനായി. ലോകത്തിന്റെ അപ്പമാകാൻ വന്നവന് അപ്പം നൽകിയതും അപ്പമായി തീർന്നതും ഈ വളർത്തപ്പൻ തന്നെ. ഭൂമിയിലെ അജഗണത്തിന്റെ ഇടയിന് കാവൽ നിന്നത് ഈ വളർത്തുപിതാവ് തന്നെ. ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നീ തളരുമ്പോൾ, കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ തിര കാണാതെ അലയുമ്പോൾ നീ നൊമ്പരപ്പെടേണ്ടതില്ല. സ്വർഗം സമ്മാനിച്ച മാതൃത്വവും പിതൃത്വവും ഒന്നു ചേർന്ന ഒരപ്പൻ നിനക്കുണ്ട്. ആ അപ്പന്റെ അരികിലേക്ക് നീ ഒന്ന് ചെന്നാൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ.